അതിലോടൊപ്പം നിങ്ങളെ ടീമിൽ നല്ല ബോളർമാരുണ്ട്. ഞങ്ങളുടെ ടീമിൽ നല്ല ബോളർമാർ, ബോളർമാർക്കൊക്കെ പരിക്കേറ്റില്ലേ, ഉണ്ടാവില്ല ചെക്കൊന്നും നല്ല ബോളർമാരുണ്ടെങ്കിലേ ഓൻ അടിച്ചുള്ളേ. കഴിഞ്ഞ കളി കണ്ടില്ലേ, ഇത് ഓൻ അടിച്ചാണെങ്കിൽ നല്ല ബോളർമാരാണ്. അതാണ് ഇപ്പൊ ആകെ ഞങ്ങളിപ്പോ ഇടങ്ങറായി. ഇന്നിപ്പോ ഹോം ആവില്ല മുൻകൂർ ജാമ്യം അങ്ങനല്ല, നല്ല പേരുള്ള ഏതെങ്കിലും ആ 14 ഇറക്കാൻ പറ്റും. അല്ല എന്നാലേ ഇപ്പൊ നടക്കുള്ളേ. ഞങ്ങള് ചെറിയ കുട്ടികളെ വലിയ പേരുള്ള കളിക്കാരുണ്ട്, അത് സത്യാണ്. ആരാണ്? ചക്രവർത്തി, നരേന് ആദ്യം അറിയാൻ പറ്റും. നരേന് ആദ്യം ഓവറൊക്കെ ചെയ്യില്ല. നരേന് ഫോമിലായി, അതാണ് ഞങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ്. നരേന് നല്ല ഫോമിലാണ്, ഭയങ്കര ഫോമ ബാറ്റുണ്ട്. ബാറ്റിംഗ് അല്ലല്ലോ, അങ്ങനെയെങ്കിലും എന്തെങ്കിലും ആവുമോ നോക്കി. എതിർ ടീമിനെ ഒന്നും പറ്റിക്കാൻ ഒരു പറ്റിച്ചില്ല. നിങ്ങളെ കൊണ്ട് ആവണില്ല. ഞങ്ങൾ അലനെ കുറെ കൊണ്ടുവരണം നോക്കി, പറ്റില്ല. മാറ്റി സിഫേർട്ടിന് ഇറക്കി, കേച്ചിലാണെങ്കിലും ഒഴിവാക്കി. അല്ല ഒഴിവാക്കേണ്ടി വരും, അതാ പറഞ്ഞത്. ഇനിയിപ്പോ ഈ ചങ്ങായി ഇപ്പൊ രഹാനൊക്കെ എന്താ കണ്ണുകൾ ഒരു കളിയെങ്കിലും ഒന്ന് ജയിച്ചു. ഞങ്ങൾ ഈ കളി ജയിക്കുവേ, ഞങ്ങൾക്ക് എല്ലാ കളിയിലും പോസിറ്റീവ് വൈബ് ഉണ്ടാവുക, അല്ലാതെ തോറ്റ് പറഞ്ഞാണ് നടക്കൂല. അതെ, നിങ്ങൾ എല്ലാ കളിയും തോൽക്കുമ്പോ പിന്നെ ഞാൻ പറഞ്ഞു നടക്കാൻ ചെയ്യും. ആകെ കുളിരില്ലാന്നല്ലേ അല്ലെ, ആകെ നനഞ്ഞാൽ കുളിരില്ല. അതാണ് ഇപ്പൊ നിങ്ങളെ അവസ്ഥ. കുളിരൊന്നും ഉണ്ടാവൂല, കഴിഞ്ഞിരിക്കണേ. പക്ഷെ ഒരു പോസിറ്റീവ് ഉള്ള കാമറൂൺ ഗ്രീൻ ഫോം. എന്നിട്ട് കഴിഞ്ഞ കളി ഉസാറാക്കി. കഴിഞ്ഞ കളി തോറ്റ് അറിയാൻ പറ്റാന്നും പറഞ്ഞു കഴിഞ്ഞ കളിയില് ആ പ്രശ്നമായി. അതാണ് അതിപ്പോ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഞങ്ങളുടെ ടീമില് മൊത്തത്തില് പ്രശ്നങ്ങൾ കിട്ടിക്കണേ. എറിഞ്ഞപ്പോഴാണ് അതിന് മുമ്പത്തെ കളിക്ക് കിട്ടിയിരിക്കണം. അപ്പൊ ഓരോന്നും പറഞ്ഞു. ഞങ്ങള് ഒരു ആത്മാർത്ഥമുള്ള കളിക്കാരെങ്കിലും എടുത്തുകൂടായി. ഇത് കോടികൾ കൊടുത്തിട്ട് ഇതാണ് അവസ്ഥ. ഞങ്ങളെ ക്യാപ്റ്റന് നല്ല കഴിഞ്ഞ കളി അല്ലാതെ ബാക്കിയുള്ള എല്ലാ കളിയിലും മൂപ്പര് പോമേക്കുന്നത്. എല്ലാ കളിയിലൊന്നും ഇല്ല, ഇടക്ക് 1-2 കളിയിലൊക്കെ ഒന്ന് അടിച്ചിട്ട് എന്നിട്ട് തന്നെ മൂപ്പര് എന്നിട്ട് മയക്കും കെട്ടി വിളിച്ചു തരാണ്. എന്റെ അത്ര സ്ട്രൈക്ക് റേറ്റുള്ള വേറെ ആവില്ല, എല്ലാവർക്കും ഇന്നോട് അസൂയാണ്. അത് തോറ്റ് കഴിഞ്ഞാലേ ടീമിന്റെ ഉള്ളിൽ ഓരോ പ്രശ്നങ്ങൾ എല്ലാ ടീമിലും ഉണ്ടാകേണ്ടത്. ആ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ടീമിലുള്ളൂ, അത് ഞങ്ങൾ പരിഹരിക്കും. നിങ്ങൾക്ക് ഒരു പരിഹാരം ആ റിങ്കു സിംഗിനൊക്കെ നിർത്തിനാർക്കണം. റിങ്കു സിംഗ് അതല്ല പറഞ്ഞത്, തോൽവി ഉണ്ടാവുമ്പോ എല്ലാ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾ ആ CSK ഒരേ തോറ്റ ടീമല്ലേ. ഭയങ്കര മോശമാണ്. നല്ല ടീമാണ്, അവരുടെ അഭിപ്രായത്തിൽ നല്ല ടീമാണ്. ഇവിടെ 2-3 ടീമുകൾ തമ്മിലാണ് മത്സരം. ആരാണ് ഏറ്റവും വലിയ മോശക്കാരെന്ന്? അത് ഈ 5 കപ്പുള്ള 2 കൂട്ടരും പിന്നെ നിങ്ങളും. അതിലിപ്പോ ഇങ്ങളാണെങ്കിലാണ് ഏറ്റവും മോശക്കാർ ഇങ്ങളാണ് എന്നാണ് വീണ്ടും തെളിച്ചോണ്ടിരിക്കുക. ആയിക്കോട്ടെ, നിങ്ങൾ തെളിച്ചോളി, ഇതൊന്നും കൂടി തെളിയിക്കാനുള്ള അവസരം തരാം. ഞങ്ങളെ ഇപ്പൊ ജുറലാണെങ്കിലും SSC ജയ്സ്വാൾ ആണെങ്കിലും പിന്നെ ചക്ക ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല ബോളർമാരെ കുറിച്ച് ഇറക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു. ഇതൊന്നും അവർക്ക് ഇരയില്ലാത്തോണ്ടാണ് എല്ലാവരും കഴിഞ്ഞല്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരാണെങ്കിലും നല്ല ഉസാറടിയും. പിന്നെ ഏറി എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഹർച്ചറിന്റെ തെജിന്റെ ഉണ്ടെന്ന് ഇപ്പൊ ആരും താങ്ങാത്തൊരവസ്ഥയായി. ആർക്കൊന്നും കഴിയുന്നില്ല ഞങ്ങൾ ടീമിനൊപ്പം തൊടാനുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം, ഇന്ന് ഏതെങ്കിലും 2 നല്ല ബോളർമാരെ കൊണ്ട് എറിയിച്ച്, അല്ലെങ്കിൽ ആ ചെക്കൻ തെറ്റിപ്പോവും.